ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും. ഈ ക്രിസ്മസിന് നമുക്ക് വൈനൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒട്ടും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോളം കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പച്ചമുന്തിരി എടുക്കാം, പക്ഷേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ കറുത്ത മുന്തിരി ആയിരിക്കും ജ്യൂസ് അടിക്കുമ്പോൾ ഏറ്റവും ഭംഗി. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും എടുത്തതാണ്. ഇത് കുരുവുള്ള മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുവില്ലാത്ത മുന്തിരിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുന്തിരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ ഒത്തിരി വിഷാംശം ഉണ്ടാവും. ഇനി മുന്തിരിയൊക്കെ മുങ്ങി നിൽക്കും വിധം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് മുന്തിരിയുടെ മധുരം അനുസരിച്ചും നമുക്ക് ഇഷ്ടമുള്ള മധുരം അനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ മുന്തിരിയുടെയൊക്കെ കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി. അതേപോലെ തന്നെ നമ്മുടെ ഈ മുന്തിരിയുടെ സ്കിന്നുണ്ടല്ലോ, ആ തൊലിയൊക്കെ മുന്തിരിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് അതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് അങ്ങനെ വെക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ വെള്ളം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മുന്തിരിയുടെ കളറൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുന്തിരിയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു പകുതിയോളം മുന്തിരി ഞാൻ ഇതേപോലെ എടുത്തിട്ട് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് പൾപ്പിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കുന്നത്, അതായത് നമുക്കിതിൻ്റെ തൊലിയും സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ജ്യൂസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പകുതിയോളം ഞാൻ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ബാക്കി ഉള്ള മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സിയിലാണ് ഇടാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അങ്ങനെ ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കൊഴുപ്പുണ്ട് ഇതിന്. അതായത് നമുക്കിനി ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളിതിലേക്ക് ഇനി വെള്ളം ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം അത്രയും നല്ല കട്ടിയാണ്. ഈ കട്ടിയോട് കൂടി തന്നെ ഈ ജ്യൂസ് കുടിക്കാൻ അത്രയും നല്ലതായിരിക്കില്ല. അപ്പോൾ കുറച്ച് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ പഞ്ചസാര വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരമൊക്കെ നോക്കിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്തിരി മാറ്റി വെച്ചില്ലേ, അതിൻ്റെ തൊലിയും അതേപോലെ തന്നെ കുരുവൊക്കെ മാറ്റി വെച്ച പൾപ്പ് മാത്രമാണ് ഇതും നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വേണ്ട വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് എത്ര വേണം കട്ടി അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ മുന്തിരിയുടെ ആ പൾപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ആ മുന്തിരിയുടെ പൾപ്പാണിത്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസിൻ്റെ കൂടെ അതും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ആഴ്ചയോളം നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ആവശ്യാനുസരണം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.